പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ മാസവും മൻ കി ബാത്ത് പരിപാടി നടത്തി വരാറുണ്ട്. എന്ത് പ്രതിസന്ധി രാജ്യം അഭിമുഖീകരിക്കുമ്പോഴും അതൊന്നും തന്നെ ഏശില്ല എന്നുള്ള നിലയിൽ ആ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് തനിക്ക് പറയാനുള്ളത് മാത്രം പറയുന്ന ഒരു പരിപാടിയായി മൻ കി ബാത്ത് മാറ്റുന്നത്. എല്ലാ മാസവും അവസാന ഞായറാഴ്ചകളിൽ സംരക്ഷണം ചെയ്യുന്ന മൻ കി ബാത്ത് പരിപാടി അടുത്ത 3 മാസത്തേക്ക് സംരക്ഷണം ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പെരുമാറ്റച്ചട്ടം ബാധകമായതിനാൽ ഈ പരിപാടിയുടെ സംരക്ഷണം 3 മാസത്തേക്ക് നിർത്തിവെക്കാനാണ് ധാരണ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളത് ഉറപ്പാണ്. അതിനാൽ മാർച്ച് മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അടുത്ത മാസം ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം നടത്തിയേക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണിപ്പൂരിൽ കലാപം നടന്ന കാലഘട്ടത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും മണിപ്പൂർ കലാപത്തെക്കുറിച്ച് സംസാരിക്കാൻ മോദി തയ്യാറായിരുന്നില്ല. അത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. മണിപ്പൂരിലെ ജനത റേഡിയോ നടുറോട്ടിൽ തല്ലിപ്പൊട്ടിക്കുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടിരുന്നു. മൻ കി ബാത്ത് കൊണ്ട് മോദി ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവർക്ക് സാന്ത്വനം നൽകുക എന്നല്ല, മറിച്ച് തന്റെ വീരകഥകൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് മോദിയുടെ ലക്ഷ്യമെന്നുള്ള വിമർശനം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഉണ്ടാകുന്നത് തന്നെ മണിപ്പൂർ പോലുള്ള വിഷയങ്ങളിൽ മോദി എടുക്കുന്ന ഇത്തരം നിലപാടുകൾ കൊണ്ടാണ്. 110 എപ്പിസോഡുകളാണ് മൻ കി ബാത്തിൽ മോദി ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ അദ്ദേഹം അവസാനിപ്പിച്ചത് ഇനി 111 എപ്പിസോഡിൽ വീണ്ടും കാണാമെന്നതാണ്. 111 ഈ നമ്പർ ശുഭസൂചകമാണ്. അതിനാൽ ഈ ശുഭസംഖ്യയിൽ തുടങ്ങുന്നതും നല്ലതാണ് എന്നതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ അവസാനത്തെ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത്. അതായത് താൻ 3ാമതും അധികാരത്തിൽ തുടരുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 110ാമത് എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്.